ഗെയിമർ വിഷ്ണു. ഇന്ന് വന്നിട്ടുള്ളത് മാൽഫാമാണ്. പിന്നെ അത് മാത്രമല്ലാണ്ട് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ നല്ല ഗ്രൈൻഡിങ് ആയിരുന്നു. കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ ഗ്രൈൻഡിങ് ആയിരുന്നു. പിന്നെ അത് മാത്രമല്ലാണ്ട് നമ്മൾ വന്നിട്ട് കുറേ ന്യൂ തോക്കൊക്കെ നോക്കാൻ പോവാണ്, ഏതൊക്കെ ഉണ്ട് എന്തൊക്കെ ഉണ്ട് എന്നുള്ളത്. പിന്നെ മാത്രമല്ലാണ്ട് ഞാൻ ഓൾറെഡി ചൂസ് ചെയ്തിരിക്കണ്. ഓക്കെ, നിങ്ങൾക്ക് കൂടി കാണിച്ചു തരാം. പിന്നെ മാത്രമല്ലാണ്ട് ഞാൻ മൈനിങ്ങിന് പോയിട്ട് എന്തൊക്കെ കളക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ കാണിച്ചു തരാം. ഞാൻ വന്നിട്ട് ഇത്ര സാധനങ്ങളാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. ഞാനത് കളക്ട് ചെയ്യാൻ നല്ല ടൈം എടുത്തു. എത്ര ടൈം എടുത്തു എന്നൊക്കെ അറിയില്ല. അത്ര നേരം ഇരുന്നിട്ടാണ്. രാവിലെ ഇരുന്നിട്ട് വൈകുന്നേരം ആയത് മാത്രമേ അറിയുള്ളൂ. പിന്നെ നമുക്ക് ഇതിന് വേണ്ടിയിട്ട് എന്താ പറയുക, മാഫാമിന് വേണ്ടിയിട്ടുള്ള ഐറ്റംസ് എന്തൊക്കെ ഇതിൽ വന്നിട്ട് ഞാൻ വുഡായിട്ട് തന്നെ വെച്ചിട്ടുണ്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വന്നിട്ട് ലാഡർ, മറ്റേ ട്രാപ്പ് ഡോറ്, ഇങ്ങനത്തെ കുറേ സാധനം ഉണ്ടാക്കണം. അതിന് നമ്മൾ അതായിട്ട് ഇന്ന് കയ്യിൽ പിടിച്ച് പോയി കഴിഞ്ഞാൽ ശരിയാവില്ല. ഒരു ക്രാഫ്റ്റിംഗ് ടേബിളും പിന്നെ അതുകൊണ്ട് എടുത്തു കഴിഞ്ഞാൽ മേലെ വെച്ചിട്ട് ഉണ്ടാക്കാം. പിന്നെ നമുക്ക് നോക്കാം, നമുക്ക് ഈ തോക്ക വേണ്ടത്. അതിന് മുന്നേ ഞാൻ വന്നിട്ട് തോക്കിന് ആവശ്യമുള്ള ലാപ്പീസ്, പിന്നെ എനിക്ക് ഗോൾഡ് വേണമല്ലേ, ഗോൾഡ് ആയാണ്. ഓക്കെ, ഞാൻ വന്നിട്ട് ഈ ഗോൾഡ് മാത്രം സ്മെൽറ്റ് ചെയ്യാൻ വെച്ചില്ല, ഒക്കെ ചെയ്ത് ഇതുകൊണ്ട് സ്മെൽറ്റ് ചെയ്യാൻ വെച്ചേക്കാം. ഓക്കെ, നമുക്കാദ്യം ഫസ്റ്റ് നോക്കി നോക്കാം ഏതൊക്കെയാണ് എടുക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. തോക്ക് വെച്ചാൽ MP5 ആണ്. ഒന്ന് MP5 ആണ്. പിന്നെ ഒന്ന് വന്നിട്ട് ഇതാ ഞാൻ മനസ്സിലായി. ഫസ്റ്റ് നമുക്ക് ഷോർട്ട് റേഞ്ച് ഗണ്ണിൽ തന്നെ തുടങ്ങാം. ഇതിൽ തന്നെ ഇത് 32 മതി. ഓക്കെ, നമുക്ക് എടുത്തേക്കാം. ഓക്കെ, 32 കൊടുത്ത് നമ്മൾ എടുത്തിട്ടുണ്ട്. ഷീൽഡ് അത്ര കയ്യിൽ തന്നെ മാറ്റിയേക്കാം. ടെസ്റ്റിങ് വേണ്ട, ഒക്കെ കൂടി ലാസ്റ്റ് ടെസ്റ്റിങ് ചെയ്യുക. ഓക്കെ, അയൺ തികയും തോന്നുന്നുണ്ട്. ഒരു മാഫാമ ഉണ്ടാക്കണം, അയൺ വേണം. ഓക്കെ, ഗോൾഡ് 4 മതി എന്ന് വിചാരിക്കുന്നു. പിന്നെ അതിന് നമുക്ക് ഇനി എന്നിട്ട് ഒരു തോക്ക് നോക്കിച്ചിരുന്നത്, പേരെന്തായിരുന്നു, പേരൊക്കെ നോക്കിച്ചിരുന്നില്ല. അപ്പോൾ ഇതൊന്നാണ്. ഇത് വന്നിട്ട് 40 അയണിങ് ഗെറ്റ്, പിന്നെ വന്നിട്ട് ലോഗ് വേണം, ലാപ്പീസ് വേണം, ഗോൾഡ് വേണം. ഓക്കെ, നമ്മുടെ തെല്ലതുണ്ട്. 40 അയണ് കുഴപ്പമില്ല. പിന്നെ ഇതിനകത്ത് ലോഗാണ് കുറച്ച് കുറവ്. അതെടുക്കുക, എക്വേഷൻ എടുക്കുക. നമുക്ക് അതൊന്ന് ഇട്ടാക്കിയിട്ട് നോക്കി നോക്കാം. ഓക്കെ, എവിടെ പോയാ ഇതായിരിക്കുന്നത്. അതേപോലെ തന്നെയാണ് ഇതും, രണ്ടും ഒന്ന് തന്നെയാണ്. ഭയങ്കര എക്സ്പെൻസീവ്. ഇതുകൊണ്ട് നമുക്ക് പോകണ്ട. നമുക്ക് എന്നിട്ട് ഇത് നമുക്ക് പോയത് ഇവിടെ കാണാനൊന്നുമില്ലല്ലോ, ഇതായിരിക്കും. ഓക്കെ, അതിന് വന്നിട്ട് 3 ഓക്കെ എന്താ കറ്റും. കയ്യിലുള്ള സാധനം വരണല്ലേ. ഓക്കെ, ഒന്നും കൂടി ഒട്ടോട്ടും കൂടി. ഓക്കെ, എവിടെ ഇതായിരിക്കും. പീസ് എന്താ റെഡി ആകത്ത്, നോട്ടിൻ്റെ എന്തല്ലാത്ത. എനിക്ക് തോന്നുന്നത് അക്വേഷഡ് ഇതിൽ കണക്കിൽ കൂട്ടുന്നേ തോന്നുന്നു. ഓക്കെ, നമുക്കെന്നിട്ട് ഒന്ന് ചെറിയൊരു എന്തെങ്കിലും ഒന്ന് ഷൂട്ട് ചെയ്താലൊക്കെ നമുക്ക് അതിന് തിരിച്ച് അടിക്കാമല്ലോ എന്നുള്ളൊരു ധൈര്യത്തിലാണ്. ഓക്കെ, വേണ്ടിയിട്ടാണ് എവിടെ തോക്കുപോയാ ആയിരിക്കും. ഓക്കെ, കിട്ടി. എവിടെ? അയ്യോ, ആള് മാറിയെടുത്ത് ഞാൻ. അയ്യോ, സാല ഇടയ്ക്ക് ഞങ്ങൾക്ക് ചെയ്യാറുണ്ട് ഞാൻ. പക്ഷെ ഇത്ര എൻ്റെ ബാക്കിയുള്ള അതിനൊക്കെ പോയാ. അയ്യോ, ഇത് ഞാൻ പ്രതീക്ഷിച്ചില്ല. നല്ലൊരു ഞാൻ അത്ര നേരം അയൺ ഗ്രൈൻഡൊക്കെ വെറുതെ വെള്ളത്തിലായി. ഇട്ട് തോക്ക് കാരണം ഇതിന് അത്രയാണ്. ഒരു മിനിറ്റ്, ഇപ്പം എങ്ങനെ കൈ നോട്ടെ. താഴ്ത്താ കിടക്കുന്നത് 21 കേസ് ഒക്കെ പോയി. അത്രയും വലിയ പൊട്ടത്തരം ഞാൻ ചെയ്യുന്ന വിചാരിച്ചില്ല. MP5 ഉണ്ടാക്കലും അത്യാവശ്യത്തിന് കയ്യിൽ. ഇത് അതുമില്ല. അല്ല, തൽക്കാലം കയ്യിൽ വെച്ചേക്കാം. ഞാൻ അങ്ങനെ പൊട്ടത്തരം ചെയ്യാറുണ്ട്. പക്ഷേ എപ്പിസോഡ് തുടക്കത്തിൽ ഞാൻ പൊട്ടത്തരം ചെയ്യുന്ന വിചാരിച്ചില്ല. അതല്ല, ഇതൊക്കെ ഇതിനായിട്ട് വലുതൊക്കെ പ്രവേശിക്കേണ്ടതാണ്.
എന്തോ ഭാഗത്തിന് ചെറുത് മാത്രമേ കിട്ടുള്ളൂ. ഓക്കെ, നമുക്ക് എന്നിട്ട് ഓക്കെ ഈ അയണും കൂടെ കൊണ്ടുപോകാം. പിന്നെ ടൂൾസ് ഇതൊക്കെ എടുത്തേക്കാം. ഇതെടുക്കണ്ട, ഒന്ന് നിലവിൽ എടുക്കണമെങ്കിൽ ഇപ്പോൾ ഒരു എന്തായിരിക്കും ഇങ്ങനെ വയ്ക്കാം. പിന്നെ ഇതൊക്കെ എടുത്തേക്കാം. ഫസ്റ്റ് എന്നിട്ട് ഇത് എടുത്തേക്കാം. ഇത് 100 ബ്ലോക്ക് ഉണ്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ എണ്ണക്കാലൊക്കെ തെറ്റും. അപ്പോൾ 100 ബ്ലോക്ക് മേലേക്കൊക്കെ വെച്ച് പോകാൻ പറ്റില്ല. ഓക്കെ, കുറച്ച് കോപ്പിൾ സ്റ്റോണ്, വുഡ് മൊത്തെടുക്കുക. ഒരു ട്രിപ്പ് കൂടി വരേണ്ടി വരും, കുഴപ്പമില്ല. ഓക്കെ, ഇത് മതിയാവുമെന്ന് വിചാരിക്കുന്നു ഒന്നുകൂടി. ഓക്കെ, ഇത് മതി. 2 ഇൻവെർട്ടറി സ്ലോട്ട് മാത്രം നമുക്ക് മാറ്റിയേക്കാം. പിന്നെ എനിക്കിപ്പോൾ ആവശ്യമുള്ള വേഗമുണ്ട്. കാരണം ബക്കറ്റ് കാറൊക്കെ മേലെ കയറിയിട്ട് തിരിച്ച് വരണം. അതിൻ്റെ ഇതൊക്കെയാണ്. എന്നാലും വേണ്ടി വരും ഒന്ന്. ഓക്കെ, ബോട്ട് കയ്യിൽ നിന്ന് മാറ്റേണ്ട ആവശ്യമുണ്ട്. ബോട്ടും ആവശ്യമുണ്ട് കയ്യിൽ. ഓക്കെ, എന്നിട്ട് ഫസ്റ്റ് വെള്ളം എടുത്തേക്കാം. കാരണം എന്താ വെച്ചാൽ വെള്ളം കൊണ്ട് വിശദമായ വെള്ളം എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വന്നിട്ട് ഞാനൊരു സാധനം നോക്കി വെച്ചിട്ടുണ്ട് മാഫാം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. നമുക്ക് അങ്ങോട്ട് പോവാം. അതിന് മുന്നേ നമുക്ക് ബോട്ട് എടുത്ത് കയ്യിൽ വെച്ചേക്കാം. കാരണം നമുക്ക് ആവശ്യം വരും. പെട്ടെന്ന് അങ്ങോട്ട് പോവാം. ഞാൻ എന്നിട്ട് ഓൾറെഡി നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെ കുറച്ചൊന്നും ഇങ്ങനെ ബിൽഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതാണ് ആ സ്ഥലം. ഓക്കെ, ഞാനോട്ട് പോയി കാണിച്ചാൽ നമുക്ക് രാത്രിയാവുണ്ട്. ബെഡ് എടുത്ത് കയ്യിൽ വെച്ചേക്കാം. ഇടയ്ക്കൊക്കെ രാത്രിയാവും. അപ്പോൾ നോക്കിയത് നന്നായുള്ളൂ. ഓക്കെ, വേഗം പോട്ടെട്ടാ. ഓക്കെ, എടുത്തിട്ട് കൈക്ക് വയ്ക്കുക. മൊത്തം ആവശ്യത്തെ ടൂൾ എന്തെങ്കിലും മാറ്റിക്കണം. ആവശ്യത്തെ ടൂൾ ഇപ്പോൾ ഏതിലുള്ളത്? ബോട്ടാണ് ഇപ്പോൾ ആവശ്യമില്ലാത്തത്. നമുക്ക് ആവശ്യം ഉണ്ടാവും ഇപ്പോഴല്ല, എന്നാലും. ഓക്കെ, എന്തായാലും ഇത് പൊട്ടിച്ചെടുത്തേക്കാം. ഓക്കെ, ഇനി വന്നിട്ട് ബോട്ട് കൈ എടുത്തതിന് ശേഷം കൊണ്ടുപോകുന്നേ. ഓക്കെ, ന്യൂ അപ്ഡേറ്റിൻ്റെ മറ്റു സംഭവം ഉണ്ടല്ലോ. ന്യൂ അപ്ഡേറ്റിൽ കുറേ സംഭവം കുഷ്യൻ ആൻഡ് ഹാബലിൻ്റെ പോലത്തെ ഒരു ബെഡില്ലേ, എൻ്റെ പേര് തന്നെ ഹാബെഡാ അതിലോട്ടെ അവിടുത്തെ ബെഡ് ഇറങ്ങുന്നുണ്ടല്ലോ. ഞാൻ അത് നല്ല രസം ഉണ്ടാകും വെച്ചിട്ട് ഞാൻ വന്നിട്ട് 2026 പറഞ്ഞിട്ടുള്ള സംഭവം ഉണ്ടല്ലോ ഇവിടെ. അതിൽ ഒരു ബട്ടൺ ഉണ്ടൊക്കെ കളിക്കുമല്ലോ. ഒക്കെ എൻ്റെ പേരൊന്നും അതേപോലെ അറിയില്ല. ആ സാധനം ഉണ്ടല്ലോ, അതിട്ട് കളിച്ചിട്ടാ സത്യം പറഞ്ഞാൽ എന്തൊരു ഉപകാരം വെച്ചിട്ട് ആ ഒരു സാധനത്തെ കൊണ്ട്, ആ ബെഡിനെ കൊണ്ട് നമുക്ക് ബെഡ് എടുത്ത് കൊണ്ടുപോകണമെന്നും വേണ്ട. ആ സാധനം കൊണ്ട് ഇതാക്കാം. അതൊന്ന് ക്രാഫ്റ്റ് ചെയ്താൽ തന്നെ 4 കിട്ടും. അതൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ട്. ഒന്ന് പെട്ടെന്ന് അപ്ഡേറ്റിൽ കൊണ്ടുവന്നാൽ മതിയായിരുന്നു. എന്നാൽ പിന്നെ ഇങ്ങനത്തെ മാഫാമൊക്കെ ഉണ്ടാക്കുമ്പോൾ വെറുതെ ബെഡ് പൊട്ടിച്ച് പോകേണ്ട ആവശ്യമില്ല. സത്യം പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടപ്പെട്ട്. എനിക്ക് അപ്ഡേറ്റിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് അതാണ്. ഇവിടെ പിന്നെ ബ്ലോക്ക് വെക്കാൻ മറന്നല്ല, കൈ ഉണ്ടായിരുന്നില്ല. തൽക്കാലത്തിന് ഇത് മാത്രം ഒന്ന് വെച്ചിട്ടുണ്ട്. അത് ഞാൻ കുറച്ചിട്ട് മാറ്റിക്കൊണ്ട് ഇനിയിപ്പോൾ എല്ലാവരും കണ്ണാൽ അതിൻ്റെ മേലക്കായിരിക്കും. അയ്യോ ഒരെണ്ണം മാത്രം വെച്ചിരിക്കണം, അയ്യോ പറഞ്ഞിട്ട് വിഷയമില്ല. ഇതിന് സെൻറ്റർ നമുക്ക് നോക്കാം. ഇതാണ് സെൻറ്റർ. ഓക്കെ, സെൻറ്റർ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. സെൻറ്റർ ഇങ്ങനെ വേണ്ട. നമ്മളിത് അവിടെ നിന്ന് വീട്ടിൽ ഇവിടെ അവിടെ അല്ലേ, അവിടെ നിന്ന് വരുമ്പോൾ കുറച്ച് വൃത്തികേടായിട്ടിരിക്കണ്ട. നമുക്ക് ഇത് ബാക്കിലേക്ക് വെക്കാം നമ്മളായിട്ട്. ഇനി നേരെ നമുക്ക് 100 ബ്ലോക്കാണ് മേലെ പോയത്. മൊത്തം വെച്ചിട്ട് ഞങ്ങളെ ഈ ഒരു മറ്റേ കുറ്റി ഉണ്ടല്ലോ, ഈ ഒരു സിലിണ്ടർ പോലത്തെ സാധനം ഇതുണ്ടാക്കൽ കഴിഞ്ഞിട്ട് ഇനി നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യേണ്ടി കേട്ടോ. ഇതാ വരുന്നത്.
നമ്മൾ വന്നിട്ട് ഇതൊക്കെ വെച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ വന്നിട്ട് 2 ചെസ്റ്റ്, പിന്നെ ഹോപ്പർ ഇരിക്കുന്നത് ഇവിടെ. പിന്നെ ഇതൊക്കെ വെച്ച് കഴിഞ്ഞു. പിന്നെ മാത്രമല്ലാണ്ട് ഇവിടെയും കുറച്ചൊന്നിങ്ങനെ ഒന്നിങ്ങനെ ഫ്ലോർ അടിച്ചിട്ടിട്ടുണ്ട്. പിന്നെ മാത്രമല്ല അവിടെ ഒരു 3 പേരെന്താണ് ഹോപ്പർ വെച്ചിട്ടുണ്ട്. ഇവിടെ ഒന്നും വെക്കാനുള്ള ഇല്ല. ശരി, ഇനി നമുക്കിത് ഇന്ന് മേലക്ക് ഒരു 19 മേലക്ക് കൊണ്ടുപോവുക. ശരി, 19 കൊണ്ടുപോയിട്ട് ഞങ്ങൾക്ക് പിന്നെ 19 കൊണ്ടുപോയിട്ട് ഞാൻ ഇതൊക്കെ വരും. പ്രധാനപ്പെട്ട കാര്യം വേണ്ടി വന്നതാണ്. നമ്മളിതുപോലെ അങ്ങനെ കിട്ടില്ലേ, ഇങ്ങനെ 4x4 ഒരു കുട്ടീൻ്റെ മേലെ കെട്ടി വരുമല്ലോ. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, ഇപ്പോൾ 19 ബ്ലോക്കായിട്ടത് 19 ബ്ലോക്ക് താഴത്ത് നമ്മൾ വെച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതേപോലെ സൈൻ ബോർഡ് എല്ലായിടത്തും ഒന്ന് പ്ലേസ് ചെയ്യണം. ഇത് വെച്ചാൽ എല്ലായിടത്തും പറഞ്ഞാൽ 4 ബ്ലോക്കിലും വെക്കണം. ഇതേപോലെ കെട്ടിക്കഴിഞ്ഞതിന് ശേഷം ഇത് നല്ല ശ്രദ്ധിച്ച് ചെയ്യേണ്ട കാര്യമായിട്ടുണ്ടെങ്കിൽ ഇത് കാണിച്ചു തന്നെ ഇതേപോലെ ചുറ്റിനും വെച്ചെടുക്കുക. അതിന് ശേഷം ഇവിടെ ഒരു ഇൻഫിനിറ്ററി എന്തായാലും ആ വെള്ളം സെറ്റാക്കി കൊടുക്കുക. അതിനൊരു വാട്ടർ ബക്കറ്റ് നിങ്ങൾ എടുത്തോളി, ആവശ്യം വരും. ഓക്കെ, എന്നിട്ട് ഒരു 4 ബ്ലോക്ക് 1 2 3 4 ബ്ലോക്കായിട്ട് ഇന്നും വെച്ചെടുക്കുക. സോറി, 4 ബ്ലോക്കാണോ 3 ബ്ലോക്കാണോ? 4 ബ്ലോക്ക് തന്നെ ആയിരിക്കും. അപ്പോൾ 4 ബ്ലോക്ക് ഇന്ന് വെച്ചെടുക്കുക. ഓക്കെ, ഇതാണ് വെച്ചെടുക്കുക. ഓക്കെ, 4 വെച്ചിട്ടുണ്ട്. 4 ബ്ലോക്കിന് 3 ബ്ലോക്കോ 4 ബ്ലോക്ക് തന്നെ ഇരിക്കും. അപ്പോൾ ഓക്കെ, ഇതൊക്കെ വെച്ച് കഴിഞ്ഞിട്ട് ഞാൻ വരണ്ട്. ഇനി റീപ്ലേ ഒന്നും ഉണ്ടാവില്ല, പെട്ടെന്ന് വെച്ചിട്ട് വേഗം വരണ്ട്. ഇനിയുള്ളതൊക്കെ എല്ലാവർക്കും അറിയാലോ. പിന്നെ ട്രാപ്പ് ഡോറിന് വെക്കേണ്ട ഡിസൈനും കൂടി കാണിച്ചിട്ട് ഞാൻ പെട്ടെന്ന് വരുന്നുണ്ട് കേട്ടോ. ഹലോ ഗൈസ്, നമ്മൾ വന്നിട്ടുണ്ട്, ഇതൊക്കെ വെച്ച് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ എന്ത് പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞതല്ലോ ട്രാപ്പ് ഡോറ് വെക്കുമ്പോൾ കാണിച്ചു തരണ്ടേ, അതിന് വേണ്ടിയിട്ടാണ്. കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു, 4 എപ്പിസോഡിൽ കാണിച്ചിട്ടാണ്. ഈ ഒരു ബ്ലോക്കിൻ്റെ അവിടെ ഒന്നും വെക്കരുത്, ഈ ഒരു ബ്ലോക്കൊന്നും വെക്കരുത്. ഇവിടെ ഒന്നും നമ്മൾ ഈ ട്രാപ്പ് ഡോർ വെക്കാൻ തന്നെ പാടില്ല. ഇനി ഈ പാറ്റേൺ ഞാൻ കാണിച്ചു തരാം. ഒന്നിങ്ങനെ ഇതേപോലെ വേണം ഓരോന്നും വരാൻ. എന്താ ഇവിടെ കൂടി ഇങ്ങനെ വേണം വരാൻ, കണ്ടില്ലേ? ഇതേപോലെ ഈ സ്ഥലത്തൊക്കെ വെക്കണം. എന്നിട്ട് ഇതിന് നേരത്തെ റൂഫും കൂടി അടച്ചു കഴിഞ്ഞാൽ ആ ഫാം കംപ്ലീറ്റഡ് ആവും. എന്നാൽ ശരി, ഞങ്ങൾ വരുന്നു. ഹലോ ഗൈസ്, നമ്മുടെ ഫാം ഒഫീഷ്യലായിട്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. മാത്രമല്ലാണ്ട് ഞാനിതാ ഈ ഒരു വാള് വെച്ചുകൊണ്ടിരിക്കുകയെന്ന് പറഞ്ഞു, ഒരു മതിൽ കെട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഇതൊക്കെ വെച്ചാൽ തീരുമ്പോൾ തന്നെ ഒരുമാതിരി ഇത് എത്ര സ്പോൺ ആയിട്ടുണ്ട്, കണ്ടമാനം സ്പോണാവുന്നുണ്ട്. പക്ഷേ കണ്ട് ക്രീപ്പറാണ്, ഈ ക്രീപ്പിനെ കാണാനില്ല. ഓക്കെ, ക്യാരറ്റൊക്കെ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഓക്കെ, ഫാം ചെയ്തിട്ടുണ്ട്, കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്.
അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഓ എൻ്റെ സ്ക്രീന് പറ്റിയാ. ഓക്കെ റെഡി ആയി. ഓക്കെ ക്രീപ്പറും വരുന്നുണ്ട്. അങ്ങനെ ഞാൻ ഇവിടെ നിന്നിട്ട് കുറേ ഗ്രൈൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. പിന്നെ മാത്രമല്ലാണ്ട് എൻ്റെ വീഡിയോ കണ്ടിട്ട് ഓക്കെ വെയിറ്റ് ചെയ്യാൻ റെഡി ആവട്ടെ. ഓക്കെ റെഡിയായി. എൻ്റെ ചാനൽ കാണുന്ന 14ാമത്തെ സബ്സ്ക്രൈബർ താങ്കൾ ശ്രദ്ധിക്കുക. ഒന്നില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്നില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ടിരിക്കുക. എന്താ വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി 13 പേര് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൂടാണ്ട് 14ാമത്തെ സബ്സ്ക്രൈബ് ചെയ്തു. മാത്രമല്ലാണ്ട് പെട്ടെന്ന് തന്നെ ഇപ്പോൾ തന്നെ എന്ത് ചെയ്യാച്ചെന്നറിയില്ല, അൺസബ്സ്ക്രൈബ് ചെയ്യുക, വീണ്ടും സബ്സ്ക്രൈബ് ചെയ്യുക, അൺസബ്സ്ക്രൈബ് ചെയ്യുക, വീണ്ടും സബ്സ്ക്രൈബ് ചെയ്യുക. ബ്രോ ഇനി സബ്സ്ക്രൈബ് ചെയ്യാൻ തോന്നാണ്ടിരുന്നുണ്ടെങ്കിൽ ഈ മുഖത്തേക്കൊന്ന് നോക്ക്. പാവല്ലേ, പ്ലീസ് സബ്സ്ക്രൈബ്. ശരി എന്നാൽ.